പുലിക്കളിയുടെ ചുവടുകൾക്ക് അല്പം വേഗം കൈവന്ന് തുടങ്ങുകയാണ്. സമയം ഇപ്പോൾ 6:03. നേരത്തെ നമ്മൾ വളരെ പതുക്കെയുള്ള താളത്തിലാണ് തുടങ്ങിയെങ്കിൽ ഇപ്പോൾ കുറച്ച് വേഗം വെച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രകാശം കുറയുന്നു, പക്ഷേ താളത്തിന് വേഗം കൂടുന്നു. ഒപ്പം പുലികൾ ഒന്നൊന്നായി വെട്ടിത്തിളങ്ങാൻ തുടങ്ങും. ദൃശ്യങ്ങളൊക്കെ കൂടുതൽ പ്രകാശ സംവിധാനത്തിൽ തിളങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നത്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ പുലിക്കളിയെ നമുക്ക് സമ്മാനിക്കും. തൃശ്ശൂർ റൗണ്ട് അങ്ങനെ പുലികളാൽ വാഴുകയാണ്. ഒപ്പം കാണാൻ ആയിരക്കണക്കിന് പേരാണ് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്. വ്യത്യസ്തമായ സ്റ്റെപ്പുകളൊക്കെയാണ് മറ്റ് പുലികൾ വെച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വേഗത്തോടെ ആളുകളെ കൂടുതൽ ഹരം പിടിപ്പിക്കുന്ന നിലയിൽ പുലിക്കളി സംഘങ്ങൾ അവരുടെ ചുവടുകൾ വെച്ച് തുടങ്ങും. ഒപ്പം തന്നെ മനോഹരമായി അവർ തിളങ്ങാൻ തുടങ്ങും. നല്ല രസമുള്ള കാഴ്ചകളാണ്. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിനെ ആകാശ ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ കൂടുതൽ മനോഹാരിതയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആവേശത്തോടെ എല്ലാവരും, നമ്മുടെ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും നാട്ടുകാരും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആഘോഷപൂർവ്വം തൃശ്ശൂരിലെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപ്തി കുറിക്കുകയാണ്. അതാണ് പുലിക്കളികൾ ഗംഭീരമായി തന്നെ ഓരോ സംഘവും അവരുടെ പുലിക്കളി സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി അവർക്ക് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ഓരോ സംഘവും പതുക്കെ ചുവട് വെച്ച് മുന്നേറുകയാണ്. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ആദ്യമായി പുലിക്കളി കാണാൻ വരുന്നവരുണ്ട്, എല്ലാ വർഷവും പതിവ് തെറ്റാതെ വന്ന് കാണുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിൽ നല്ലപോലെ ഉള്ള പുലികളുണ്ട്, മെലിഞ്ഞ പുലികളുണ്ട്, പല വർണ്ണങ്ങളിലുള്ള പുലികളുണ്ട്, പല ഭാവങ്ങളിലുള്ള പുലികളുണ്ട്, പല ചൂടുകൾ വയ്ക്കുന്ന പുലികളുണ്ട്. അങ്ങനെ രസകരമായ കാഴ്ചകൾ പുലികൾ നമുക്ക് സമ്മാനിക്കുകയാണ് തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിൽ.
ശ്യാം പ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, കൊട്ടുമുറുകി തുടങ്ങി അല്ലേ? താളത്തിനും ഒക്കെ വേഗം വന്നു തുടങ്ങിയിരിക്കുന്നു, ആളുകളുടെ ആവേശവും കൂടി അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ വിയൂര് ദേശം അതിൻ്റെ ആ ഒരു പോയിന്റിംഗ് സ്ഥലമായിരുന്നു, അതായത് ജഡ്ജിങ് പോയിന്റിംഗ് സ്ഥലമാണ്. ആ ജഡ്ജിങ് പോയിന്റിംഗ് സ്ഥലം പിന്നിട്ട് അവരൊന്ന് അല്പം റിലാക്സ് ആകുന്ന, വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടമായി എടുത്ത് പറയേണ്ടത് അവരുടെ ടാബ്ലോയാണ്. ആ ടാബ്ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവർ ഒരു പുലിയെ ഇറക്കി, പിന്നീട് അവർ രണ്ടാമത് മറ്റൊരു പുലിയെ കൂടി ഇറക്കി. ആദ്യ ടാബ്ലോയിൽ നടുക്കൊരു സിംഹം, അപ്പുറം ഇപ്പുറം രണ്ട് പുലികളായിരുന്നു. പിന്നീട് ചലിക്കുന്ന പുലികളെ അവരങ്ങനെ ഇറക്കി എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യസ്തത. ആ പുലികൾ ആ ജഡ്ജിങ് പോയിന്റ് ആ ഘട്ടത്തിലെത്തിയപ്പോൾ അവരും ഈ താളത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന കാഴ്ച. അങ്ങനെ തൃശ്ശൂർ നഗരം അതിൻ്റെ ആ ഒരു വന്യത കൈവരിച്ചിരിക്കുകയാണ് ഈ റൗണ്ട്. തീർച്ചയായിട്ടും പുലികൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച. അതായത് ഈ നഗരത്തിലെ ഓരോ ദേശങ്ങളും പുലിമടകളായി മാറി ഇപ്പോൾ ഈ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കാണുന്ന എല്ലാവരും പുലികളാവുന്നൊരു കാഴ്ച അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും. ആ കൊട്ടിനൊപ്പമുള്ള അവരുടെ ആ താളവും മറ്റുമൊക്കെ. ഇപ്പോൾ ആ ജഡ്ജിങ് പോയിന്റ് കഴിഞ്ഞ ശേഷം അവരൊന്ന് റിലാക്സ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കരകളിലും വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൂടി നിൽക്കുകയാണ്. അത്രയേറെ ആവേശത്തോടുകൂടിയാണ് തൃശ്ശൂരുകാരും ഈ പൂരത്തെ ഈ പുലികളിയെ കാണുന്നതെന്നാണ് ഒരു പൂരാവേശം. ആ പൂരാവേശത്തിനൊക്കെ ഇരട്ടി വേണമെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നു. ഇവിടെ ഒരേ താളത്തിനൊപ്പം വ്യത്യസ്തമായ ചുവടുകൾ ഈ പുലികൾ വയ്ക്കുന്നു എന്നതാണ്. അങ്ങനെ വിയൂർ ദേശം അതിൻ്റെ ആ തുടക്കത്തിലെ ആ ഒരു ജഡ്ജിങ് പോയിന്റ് പിന്നിട്ട ആ ഒരു റിലാക്സേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അവർ കഴിഞ്ഞ വർഷത്തെ കപ്പടിച്ച ജേതാക്കളാണ്. സ്വാഭാവികമായിട്ടും ഇക്കുറിയും അവരുടെ മുന്നിലുള്ള ലക്ഷ്യം കപ്പ് തന്നെയാണ്. ആ കപ്പിന് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു വലിയ ചൂടുവെപ്പുമായിട്ട് അങ്ങനെ മുന്നേറുകയാണ്. ചെറിയ റിലാക്സേഷൻ കഴിഞ്ഞ് ആ തലയൊക്കെ അനക്കണ കണ്ടില്ലേ? ആ കുമ്പയൊക്കെ കുലുക്കി, അരമണിയൊക്കെ കിലുക്കി. അങ്ങനെ വ്യത്യസ്തതകളാണ് എവിടെ നോക്കിയാലും നമുക്കിവിടെ കാണാൻ കഴിയുക. ആ വ്യത്യസ്തതകൾ പകർത്താനായിട്ട് രണ്ട് കരകളിലും, അതായത് ഈ മൊബൈലുമായിട്ട് നിന്ന് ആ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരുപാട് പേർ, അത് തൃശ്ശൂരുകാർ മാത്രമല്ല, ഈ ഒരുപക്ഷെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഈ ദൃശ്യങ്ങൾ പകർത്തി മടങ്ങുകയാണ്. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലത്തിൻ്റെ ഇവിടെ ഈ തൃശ്ശൂരിൻ്റെ ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പുലികളിയെ വിശേഷിപ്പിക്കാം. നാളെ തലസ്ഥാനത്താണ് കേരളത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ പരിസമാപ്തിയെങ്കിൽ തൃശ്ശൂരുകാർക്ക് ഇന്ന് 4ാം ഓണനാളിൽ ഒരുമയോടെ അവർ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വ്യത്യസ്തകളാണ് ഈ വിയൂരിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നതാണ്. ഓരോ ചുവടുകൾ വ്യത്യസ്തമാക്കുന്നു.